മഹാശിവരാത്രി ഇനി ഏതാനും ദിവസങ്ങളും കൂടി മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ആത്മീയ അന്വേഷകരാണെങ്കിൽ കാത്തിരിക്കുന്നൊരു ദിവസം. അല്ലാത്തവർക്കിത് പ്രയോജനമില്ല. അല്ലാത്തവർ ഈ വീഡിയോ കണ്ടിട്ടും കാര്യമില്ല. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇഷ്ടമുണ്ട്. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം പറയുന്ന പരിമിതിയുണ്ട്. കേൾക്കാൻ താല്പര്യമില്ലാത്തവരും കേൾക്കാൻ താല്പര്യമുള്ളവരും കൂടിയിരിക്കുന്നിടത്ത് ഈശ്വരീയ സാന്നിധ്യം വളരെ ന്യൂട്രലായിരിക്കും, പ്യുവറാവില്ല. അതിനാൽ മഹാശിവരാത്രിയുടെ കൂടുതലായിട്ടുള്ള തലങ്ങളെല്ലാം നേരിട്ട് അനുഭവിച്ചറിയാനായിട്ടാണ് ശിവരാത്രി പോലുള്ള പ്രോഗ്രാമൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്ത് നൽകുന്നത്. നോക്കൂ, നിങ്ങളൊരു അന്വേഷകരാണെങ്കിൽ നിങ്ങൾക്കിനിയും അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പറഞ്ഞല്ലോ, നമ്മളൊരു എന്തായാലും സൃഷ്ടാവെന്ന് നിങ്ങളിലെല്ലാം ഒരു വിത്ത് ഇടുന്നുണ്ട്. അതൊരു ഗുരുവിട്ടാലും സൃഷ്ടാവിട്ടാലും ഒന്ന് തന്നെയുള്ളൂ. എന്നാലൊരു ഗുരുവിൻ്റെ അരികിലാകുമ്പം ഹോപ്പില്ല, ഷുവറാണത് കിട്ടുമെന്നുള്ളത്. മറ്റേത് നിങ്ങളുടെ തയ്യാറെടുപ്പ് പോലിരിക്കും. ഒരു 6 മണിക്കൂർ കൊണ്ട് ഒരു 50 വർഷത്തെ 60 വർഷത്തെ തപസ്സിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് എന്താണ് എക്സ്റ്റസി എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്നാലൊരു ഗുരുവിൻ്റെ പ്രസൻസിൽ വളരെ പെട്ടെന്ന് കിട്ടും. അപ്പം സൃഷ്ടാവ് ഇടുന്നുണ്ട്, അത് നമുക്ക് തന്നെ എടുക്കാം. നമ്മൾ തയ്യാറാവുക എന്ന് പറയുമ്പം ആദ്യത്തെ ചുവട് ഇപ്പോൾ പ്യൂരിറ്റിയുടെയാണ്. പ്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഭക്ഷണത്തിൽ ആദ്യം ശ്രദ്ധിക്കുക. 2 നേരം ഭക്ഷണമാക്കുക. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഒരു നേരവും സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുൻപായിട്ടും ഒരു നേരവും 2 തവണ അങ്ങനെ ഭക്ഷണം ക്രമീകരിക്കുക. 2 നേരത്തെ ഭക്ഷണചര്യയും ഉറക്കം കുറഞ്ഞതൊരു 3 മണിക്കൂർ, മാക്സിമം 4 മണിക്കൂർ, അതിൻ്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുക. സുഖങ്ങൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. മനസ്സാവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കാതിരിക്കുക. സുഖങ്ങളെ മെല്ലെ മെല്ലെ ഒതുക്കുക. ബ്രഹ്മചാര്യം പാലിക്കുക. ഇതിത്രയും പാലിക്കുമ്പം തന്നെ നിങ്ങൾ പാകപ്പെടും. ആത്മീയതയിലേക്ക് വേണ്ടിയുള്ള ചുവട് നിങ്ങളിൽ വെച്ച് കഴിയും. നിങ്ങളെ പലയിടങ്ങളിലും ചിന്തിച്ചും പല കാര്യങ്ങളും ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു വൈരാഗ്യം ഉണ്ടാവില്ല. നിങ്ങൾ പ്യുവറായിട്ട് നിങ്ങൾ ബ്രഹ്മചാര്യവും പാലിച്ച് ഭക്ഷണശുദ്ധിയും പാലിച്ച് നിങ്ങളുടെ സുഖങ്ങളെ കുറയ്ക്കുമ്പോൾ നിങ്ങൾ എന്തിനോ ഒന്നു വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനും ശരീരവും അതുമായി ഒരു താതാത്മ്യത്തിലേക്ക് വരും. നിങ്ങൾക്കൊരു ഡയറക്ഷൻ തുറന്നു കിട്ടും. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ആ മാറ്റം, പ്രപഞ്ചശക്തികൾ, എല്ലാ ശക്തികളും നിങ്ങളിലുണ്ട്. അത് പ്രാണനിൽ സ്പന്ദിക്കും, റേസ് ചെയ്യും, കുണ്ടലിനി തന്നെ ഉയരും. ആ ഉയരുന്ന മൊമെൻറ്റിലാണ്, ആ ഉയരുന്ന നിമിഷം തന്നെ ഒരു വിത്ത് പാകുന്നുണ്ട്. ആ വിത്ത് നിങ്ങളിൽ വന്നാലുള്ള ഗുണം, നിങ്ങൾ വെറും ഒരു ജനന മരണ ചക്രത്തിൽ പോകുന്നൊരു ജീവനല്ല, പിന്നെ നിങ്ങളെന്നും ഉണർന്നിരിക്കുന്ന അനാദിയായിത്തീരും. നോക്കൂ, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ലക്ഷ്യം ശുദ്ധബോധത്തെ അറിയുക എന്നുള്ളതാണ്. നമ്മൾ അറ്റാച്ച്മെൻ്റായി ഇരിക്കുന്ന ഈ വേൾഡിൽ നമുക്കെല്ലാം ഇല്യൂഷനാണ്. എന്നാൽ നമ്മൾ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കുന്നൊന്നല്ല. ഡിറ്റാച്ച്മെൻ്റ് ഉള്ളിൽ നാം അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡമാണ്. ഒരു വിത്തിടുക എന്ന് പറയുമ്പം ഒരു കൂട്ടിൽ കിടക്കുന്ന പക്ഷി പറന്നു പോകുന്നത് പോലാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വികാരങ്ങളുടെയും പരിമിതിയിൽ നിന്നൊരു വ്യക്തി ശുദ്ധബോധത്തിലേക്ക് അലിയുന്ന നിമിഷം പിന്നെ മരണത്തെയും പേടിയില്ല, ജനനത്തെയും പേടിയില്ലാത്തൊരു സ്വതന്ത്രമായുള്ളൊരു നിമിഷം. മനുഷ്യജീവിതം ഇതിനുപകരിക്കണം. ഇതിനു വേണ്ടി ക്രിയേഷൻ നൽകുന്ന ഇതേപോലുള്ള മാർഗങ്ങളെ ഉപയോഗിക്കുക. നിങ്ങളൊരു സാധകരാണെങ്കിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, നന്നായി ഇതിനു വേണ്ടി തയ്യാറാവുക.
നിങ്ങളിപ്പോൾ മഹാശിവരാത്രിയുടെ പ്രോഗ്രാമിന് വന്നാലോ വന്നില്ലെങ്കിലോ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. എൻ്റെ ഒറ്റ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞത് ഒരു നിമിഷമെങ്കിലും നിങ്ങളിലൊന്ന് സ്പന്ദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് പങ്കുചേരാം താല്പര്യമുണ്ടെങ്കിൽ. അല്ലാതാണെങ്കിലും നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ പാകപ്പെടുത്തുക. അതിന് പാകപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം ഒരു ഗുരുവിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിലും ഗുരു ഇരിപ്പുണ്ട്. പക്ഷേ അത് തിരിതെളിച്ചു തരാൻ ഒരാളുടെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇതൊരു വലിയ സാധ്യതയാണ്. എൻ്റെ അരികിലാണെങ്കിൽ നിങ്ങൾക്ക് ശിവനെ തൊട്ടറിഞ്ഞിരിക്കാം. അല്ലാതാണെങ്കിലും നിങ്ങൾ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി നന്നായി എഫേർട്ട് എടുക്കണം. നോക്കൂ, ഇത്രയും മഹത്തേറിയൊരു ദിവസം ഇനിയൊരു വർഷമില്ല. അതിനെ മാക്സിമം ഉപകരിക്കുക. നമസ്കാരം.